ബീഫ് തിന്നുന്നവരൊക്കെ BJP-കാരാണെന്നും പറഞ്ഞ് അതിനെ ന്യായീകരിച്ച് ബഹിരാകാശത്ത് പോയിട്ട് അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങണേക്കാട്ടിലും മുമ്പ് ഷിയാസ് കരീമിന്റെ പേരിൽ, ബിഗ് ബോസ് താരമായിട്ടുള്ള ഷിയാസ് കരീമിന്റെ പേരിൽ പുതിയ ഒരു പരാതിയും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയ പരാതിയിൽ പരാതി കൊടുത്തിട്ടുള്ള സ്ത്രീ പറയുന്നത് ലൈംഗികമായി ചൂഷണം ചെയ്ത് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന രീതിയിലുള്ളൊരു പരാതിയൊക്കെയാണ്. ആദ്യമേ തന്നെ രണ്ട് കാര്യങ്ങൾ പറയട്ടെ. ഒന്ന്, ഒരു കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ ഒരു കുറ്റം ആരോപിച്ചാൽ തെളിയിക്കപ്പെടുന്ന വരയ്ക്കും, ആ ഒരു ടൈം വരയ്ക്കും ഇത് കുറ്റാരോപിതൻ മാത്രമാണ്. നമുക്ക് ഒരിക്കലും അയാളെ കുറ്റവാളി എന്ന് വിളിക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പല പേഴ്സണൽ തോട്ട്സ് ഉണ്ടാവും. നമുക്ക് അങ്ങനെ ഒരു പബ്ലിക് സ്ഥലത്ത് വന്നിരുന്നിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, യൂഷ്വലി ഉഭയകക്ഷി സമ്മതപ്രകാരം രണ്ടാളുകൾ തമ്മിൽ ബന്ധത്തിൽ ഏർപ്പെട്ട് ഇവർ തമ്മിൽ ഈ അടിച്ചു പിരിയുന്ന സമയങ്ങളിലൊക്കെ നിരാശ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം പല സ്ത്രീകളും ഈ പറഞ്ഞതുപോലെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു പരാതി കൊടുക്കാറുണ്ട്. അത് ആ പീഡനം എന്ന് പറയുന്നത്, ആ ഒരു പോയിന്റിൽ പീഡനം എന്ന് പറയുന്നത് അത്ര ശരിയായിട്ടുള്ള ഒരു ടേം ആണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. പക്ഷേ ഈ പരാതിയിൽ ഇവരങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. ഇവർ പറഞ്ഞിട്ടുള്ളത് ലൈംഗികമായി ചൂഷണം ചെയ്ത് പണം കയ്യിൽ നിന്ന് മേടിച്ചു എന്നൊക്കെയുള്ള രീതിയിലുള്ള സംഗതിയാണ്. ചില വാർത്തകളിലൊക്കെ കണ്ടു ഈ വീഡിയോസ്, ഇത്തരത്തിലുള്ള ബന്ധങ്ങളുടെ ചില വീഡിയോസ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് പുറത്ത് വിടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളും കണ്ടു. എല്ലാം കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാം നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ മൊത്തത്തിൽ ഈ ഒരു വാർത്ത കേട്ട സമയത്ത് എനിക്ക് വല്ലാത്തൊരു കൾച്ചറൽ ഡിസ്കംഫർട്ടാണ് ഉണ്ടായത്. കൾച്ചറൽ ഡിസ്കംഫർട്ട് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, സ്വയം ന്യായീകരിച്ചിട്ട് ഷിയാസ് കരീം ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് പറയുന്നത് ഈ സ്ത്രീക്ക് തൻ്റെ ഉമ്മയുടെ പ്രായമുണ്ടെന്നാണ്. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ഭാഗം പിടിച്ചിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. സ്ത്രീയുടെ ഭാഗം നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇതുവരെ കേട്ടിട്ടില്ല. അവർക്ക് ഈ വ്യക്തി അയച്ചിട്ടുള്ള ഒരുപാട് ശബ്ദരേഖകൾ മാത്രമാണ് കേട്ടിട്ടുള്ളത്. ഈ ശബ്ദരേഖകളിൽ ഈ സ്ത്രീനെ അഭിസംബോധന ചെയ്യുന്നത് നീ എന്ന് വിളിച്ചിട്ടാണ്. പൈസ ഒരുപാട് ഇവരിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഭീഷണിയുടെ സ്വരങ്ങളാണ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. എന്നാലും ഒരുപാട് പൈസ ഇവരിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. മഹർ വയ്ക്കാൻ 10 ലക്ഷം രൂപ, ഒരു ജിമ്മ് തുടങ്ങാനായിട്ട് നീ എനിക്ക് 10 എന്നുള്ള രീതിയിൽ 20 ലക്ഷം രൂപ തരണം. ചിലതിലൊക്കെ നീ ഇങ്ങനെ അധികം കിടന്ന് കൊഞ്ചല്ലേ, നിന്റെ മുഖം അടിക്കും എന്നുള്ള രീതിയിലുള്ള ചില സംഭവങ്ങളൊക്കെ കണ്ടു. മൊത്തത്തിൽ ഉമ്മയുടെ പ്രായമുണ്ടെന്ന് പറയുന്ന ഒരു സ്ത്രീനെ അഭിസംബോധന ചെയ്യുന്നത് നീ എന്നൊക്കെയാണ് കേട്ട ശബ്ദരേഖകൾ ശരിയാണെങ്കിൽ. മാത്രമല്ല, ആ പ്രായമുള്ള ഒരു സ്ത്രീയാണ് തന്നെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തു എന്നിട്ട് പൈസ ചോദിച്ചു എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു പരാതി കൊടുത്തിട്ടുള്ളത്. സോ മൊത്തത്തിൽ ഉമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീനെ നീന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. പിന്നെ പരാതി സത്യമാണെങ്കിൽ ആ പ്രായമുള്ള ഒരു സ്ത്രീയാണ് ഇയാൾക്കെതിരെ ലൈംഗികമായിട്ടുള്ള അതിക്രമത്തിന് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചൂഷണത്തിന്റെ പേരിൽ പരാതി കൊടുത്തിട്ടുള്ളത്. സോ ഇത് കേൾക്കുമ്പോൾ എനിക്കുണ്ടായതൊരു കൾച്ചറൽ ഡിസ്കംഫർട്ടാണെന്ന് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടൊക്കെയാണ് പറയുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ ഓൾറെഡി അതിഭീകരമായിട്ടുള്ള രീതിയിൽ മൂല്യച്യുതികളൊക്കെ സംഭവിക്കുന്ന ഒരുപാട് അഡൾട്ട്സ് ആയിട്ടുള്ള വ്യക്തികൾ, ഷിയാസ് കരീമിന് ഫുൾ സപ്പോർട്ട് എന്ന് പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ ഈ പറയുന്ന കുറ്റത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രവൃത്തിനെ ന്യായീകരിച്ചുകൊണ്ടും അതിനെ വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടും ഒക്കെ ഒരുപാട് കമൻറ്റുകൾ ഇട്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ കണ്ടപ്പം എനിക്ക് തോന്നിയത്, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ കൂട്ടത്തിലല്ലേ നമ്മളൊക്കെ താമസിക്കുന്നത് എന്നുള്ളൊരു തോന്നലായിരുന്നു. അതുപോലെ തന്നെ സമൂഹത്തിന് എത്രമാത്രം അധപ്പതനമാണ് ചിന്തകളുടെ കാര്യത്തിൽ വന്നിട്ടുള്ളത് എന്നുള്ളൊരു തോന്നലായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം ഇതുപോലെ തന്നെ. നമുക്കൊരു പരിചയവുമില്ലാത്ത വളരെ പ്രായം കുറഞ്ഞൊരു പയ്യൻ നമുക്കൊരിക്കൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇതുപോലൊരു മെസ്സേജ് അയക്കുകയാണ്. അപ്പോൾ ഈ മെസ്സേജിൽ അവൻ ചോദിച്ചിട്ടുള്ളത് ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിനുള്ള റിക്വസ്റ്റ് ആണ്. അതെനിക്ക് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ ആ പ്രായത്തിലുള്ള കുട്ടികളെയൊക്കെ കുട്ടികളായിട്ടാണ് കാണുന്നത്. അത്തരത്തിലുള്ള ഒത്തിരി പിള്ളേരെ നമ്മൾ എന്താ പറയുക, നല്ലത് പറഞ്ഞു കൊടുക്കുകയും അവർക്ക് പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കാലമുണ്ട്. അപ്പം അങ്ങനത്തെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള മെസ്സേജുകൾ കാണുമ്പം ഇവരുടെയൊക്കെ മൂല്യബോധം എന്താണ് എന്ന രീതിക്കുള്ള വളരെയധികം ഡിസ്കംഫർട്ടായിട്ടുള്ള ഒരു ചിന്ത എനിക്കപ്പോൾ വന്നിരുന്നു. അന്ന് എനിക്ക് ഭയങ്കര നിസ്സഹായതയാണ് തോന്നിയത്. അല്ലെങ്കിൽ എനിക്ക് ആ ടൈമിൽ തോന്നിയത്, എൻ്റെ പോലെയുള്ള എത്ര പേർക്ക് ഇത്തരത്തിലുള്ള കുട്ടികളുടെ കയ്യിൽ നിന്നുള്ള മെസ്സേജസ് ഒക്കെ വരുന്നുണ്ടായിരിക്കും. ഈ കുട്ടികളൊക്കെ സൊസൈറ്റിയിൽ എത്ര മോശമായിട്ടായിരിക്കും പെരുമാറുന്നുണ്ടായിരിക്കുക എന്നൊരു തോന്നലൊക്കെയാണ്. നമ്മളന്ന് അത് ഡീൽ ചെയ്യേണ്ടുന്ന രീതിയിലൊക്കെ തന്നെ ഡീൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ല പലതും. ഇവരുടെയൊക്കെ മൂല്യങ്ങൾ എവിടെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് ചോദിക്കേണ്ട ഒന്നാണ്. അതിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യം ഓർമ്മ വന്നത്, ഒരിക്കൽ ഈ അടുത്ത കാലത്ത് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു യൂട്യൂബർ, ഐ ഡോണ്ട് റിമെമ്പർ ഹിസ് നെയിം, ഒരു മലയാളി പയ്യനാണ്.
അയാൾ ഇതുപോലെ ഒരുപാട് 15ഉം 16ഉം വയസ്സൊക്കെയുള്ള പ്രായമുള്ള ചെറുക്കന്മാരെ എക്സ്പോസ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് അയാൾ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ 15ഉം 16ഉം ഒക്കെ പ്രായമുള്ള പയ്യന്മാർ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 500-600 രൂപ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പിന് കിട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം വീട്ടിലെ അമ്മമാരൊക്കെ, മേ ബി അമ്മ ചോറ് കൊണ്ടു കൊടുക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ അടുക്കളയിൽ കുക്ക് ചെയ്യുന്ന സമയത്ത്, വീടടിച്ചു വാരുന്ന സമയത്തൊക്കെ ഈ മകൻ ഇവരുടെ സൈഡിൽ നിന്നും മറ്റു ആംഗിളുകളിൽ നിന്നൊക്കെ പല ക്ലിപ്പുകൾ എടുത്തിട്ട്, അതുപോലെ തന്നെ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിമാരൊക്കെ അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ സൂം ചെയ്ത് ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്സ് എടുത്തിട്ട് ടെലഗ്രാമിനകത്ത് പ്രൈവറ്റ് ഗ്രൂപ്പുകളിൽ സർക്കുലേറ്റ് ചെയ്ത് അതിന് പൈസയൊക്കെ മേടിക്കുന്ന ഒരു കാര്യമാണ് ഈ പയ്യൻ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എഗൈൻ എനിക്ക് മറ്റൊരു കൾച്ചറൽ ഷോക്കായിരുന്നു. സ്വന്തം വീട്ടിൽ സ്വയം ജനിപ്പിച്ച് വളർത്തിയിട്ടുള്ള പാരൻസിനോട് അല്ലെങ്കിൽ അമ്മയോടൊക്കെയുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് ഇത്തരത്തിലുള്ളതൊക്കെയാണെന്നുള്ളത് ഒട്ടും ദഹിക്കാൻ പറ്റില്ലാത്തൊരു കാര്യമാണ്. സോ അതിൻ്റെ കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള കുറ്റാരോപണങ്ങൾ ഡെയിലി വരുന്ന പല സെലിബ്രിറ്റീസുമാണ് ഇവരുടെ പലരുടെയും റോൾ മോഡൽസ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സെലിബ്രിറ്റീസിനെയൊക്കെ ആരാധിക്കുന്ന കൂട്ടത്തിലാണ് പല കുട്ടികളും. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു റാപ്പർ, അദ്ദേഹത്തിൻ്റെ പേരിൽ ഇതുപോലെ തന്നെ ലൈംഗിക അതിക്രമ കുറ്റങ്ങൾ ഒത്തിരി ഉണ്ട്. അതിനേക്കാട്ടിലും കൂടുതൽ അതൊക്കെ തെളിയിക്കാണ്ടിരിക്കുകയോ ചെയ്യട്ടെ, അതിലും കൂടുതൽ സ്വയം ഞാൻ ഡ്രഗ് അബ്യൂസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന കാര്യമൊക്കെ വന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയൊക്കെയാണ്. സോ ഇവരുടെ ഈ ഫേവറേറ്റ് റാപ്പർ ഇങ്ങനത്തെ കുറ്റങ്ങളൊക്കെ ചെയ്യുന്നതൊന്നും ഇവർക്കൊരു പ്രശ്നമല്ല, ഇതൊക്കെ ഒരു നോർമൽ കാര്യമാണെന്നുള്ള രീതിക്കാണ് പല കുട്ടികളും ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. സോ നമ്മളൊക്കെ ചെറുതായിരുന്ന സമയത്ത് നമ്മുടെ റോൾ മോഡൽസ് എന്നൊക്കെ പറയുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാമും അതുപോലെയുള്ള പല സയൻറ്റിസ്റ്റുമാരും അതുപോലെ തന്നെ നമ്മളെ പഠിപ്പിച്ച നല്ല അധ്യാപകരും ഒക്കെ ആയിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഇപ്പോഴത്തെ കുട്ടികളുടെ റോൾ മോഡൽസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ്. ഒപ്പം ഇതിനെയൊക്കെ ഒരു ഉളുപ്പില്ലാണ്ട് ന്യായീകരിക്കുന്ന കുറേ മുതിർന്ന ആൾക്കാർ നമ്മുടെ ചുറ്റിലുണ്ട്. ഇങ്ങനെ ഒരു പോക്കാണ് സൊസൈറ്റി പോകുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നാളെ ഇവിടെ എന്താ പറയുക വ്യത്യസ്തമായിട്ടുള്ള ജെൻഡറുകൾ വളരെ സന്തോഷത്തിൽ കോഎക്സിസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പല അതിക്രമങ്ങളും വർദ്ധിച്ചു വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. സോ നമ്മൾ ഒരു സ്ഥലത്തെന്ന് പറഞ്ഞിട്ട് വേറൊരു സൈഡിലോട്ടാണ് ഈ ടോപ്പിക്കിനെ കൊണ്ടുപോയത്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള വാർത്തകൾ വീണ്ടും മൂല്യച്യുതിയിലോട്ട് ഈ ആളുകളെ കൊണ്ടെത്തിക്കുമെന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇതേ പറ്റിയിട്ടൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരിക്കും. എനിവേയ്സ്, കൾച്ചറൽ ഡിസ്കംഫോർട്ട് എന്ന് ഞാൻ പറയുന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അയാളെ എല്ലാ ഏരിയയിലും കുറച്ച് ഡിസിപ്ലിനോട് കൂടിയിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ അയാളുടെ ജീവിതത്തിൽ കുറച്ച് ഉന്നമനം ഉണ്ടാവുള്ളൂ, അയാളെ കൊണ്ട് സൊസൈറ്റിക്ക് ഒരു ഗുണം ഉണ്ടാവുള്ളൂ. ഇതുപോലെയുള്ള വാർത്തകൾ കേൾക്കുന്നതും അത് നോർമലൈസ് ചെയ്യുന്നതും ആ ഒരു കാര്യമൊക്കെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യഥേഷ്ടമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ന് വിശ്വസിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ സൊസൈറ്റിയിൽ ഉണ്ടാകുന്നതും ഒരു തരത്തിലും ഗുണകരമായിട്ടുള്ള ശുഭമായിട്ടുള്ള ഒരു ഭാവിയുടെ സൂചനയല്ല.